പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്താ പറയുക, ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് നമുക്ക് ഇന്നലെ ലഭിച്ചത്. ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ താമസിക്കുന്നത് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളും വല്ലാതായി പോവുകയാണ്. അതാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്താൻ ലേറ്റായത്. ഒരു നാടിനെ മൊത്തം ഈ ഒരു കുട്ടി കണ്ണീരിലായിത്തിരിക്കുകയാണ്. നാടിനെ മാത്രമല്ല, ഇത് കേട്ട നമ്മളും ഏറെ വേദനയിലാണ്. റമളാൻ വിട പറയാനിരിക്കെ പെരുന്നാളിനെ കാത്തു നിൽക്കാതെ പെരുന്നാൾ വസ്ത്രങ്ങളും വാങ്ങി അവൾ മടങ്ങിയത് പടച്ചറബിലേക്കാണ്. പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ നിൽക്കുന്ന ആ ഒരു കുടുംബം ഇന്ന് ഏറെ സങ്കടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. അപകട മരണമാണ്. ഈ റമളാൻ തുടക്കത്തിലെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങളും മരണപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത്. ഏറെ സങ്കടത്തോടെയാണ് ഈ ഒരു പൊന്നുമോളുടെ മരണവിവരം നിങ്ങളെ അറിയിക്കുന്നത്. മുഹമ്മദ് റാഫിയുടെയും മാതാവ് ആരിഫയുടെയും മകളാണ് മരണപ്പെട്ടുപോയ ഫർസാന എന്ന് പറയുന്ന 20 വയസ്സുകാരി. ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് പാടുപെട്ടായിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ആ ഉമ്മ മകളെ വളർത്തിയതും പഠിപ്പിച്ചതും ഇത്ര വരെയാക്കിയത്. പക്ഷേ പടച്ചറബിൻ്റെ വിധി ആ മാതാവിനെ തളർത്തിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ആ മാതാവിനെ ദുആ ചെയ്യണം. കുന്നുംകുളം ചൂണ്ടൽ പാറപ്പുറം അമ്പലത്തിന് സമീപത്ത് വെച്ച് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ഫർസാനക്ക് അതിദാരുണമായ മരണം സംഭവിച്ചത്. തലക്കോട്ടുകര തണ്ടിലം സ്വദേശി പള്ളിക്കുളം വീട്ടിലെ റാഫിയുടെ മകളാണ് ഫർസാന എന്ന് പറയുന്ന 20 വയസ്സുകാരി. ഇന്നലെ ബുധനാഴ്ച 12 മണിയോടെയാണ് നാടിനെ നടുക്കിയ ഈ ഒരു അപകടം നടന്നത്. ഫർസാന കൂട്ടുകാരിയുമൊത്ത് സ്കൂട്ടറിൽ പുറത്തേക്ക് പോയതായിരുന്നു. കൂട്ടുകാരി പുറകിലും ഫർസാനയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. പുറകിലുണ്ടായിരുന്നത് പള്ളിക്കുളം വീട്ടിൽ ഷമീറിന്റെ മകളാണ് ഫാത്തിമ, 15 വയസ്സ്. ഫാത്തിമക്കും അപകടത്തിൽ സാരമായ പരിക്കുകളുണ്ട്. നിയന്ത്രണം വിട്ട ലോറി ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാരൊക്കെ ചേർന്ന് ഉടനെ തന്നെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അങ്ങനെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കെ ഫർസാന ഇന്നലെ വൈകിട്ടോടെ മരണപ്പെടുകയും ചെയ്തു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരിക്കേറ്റ ഫാത്തിമ നിലവിൽ ചികിത്സയിലാണ്. പടച്ചറബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ, അവിടുന്ന് സലാമത്താക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, റമളാൻ വിട പറയാനിരിക്കെ നമ്മളൊക്കെ ഏറെ ആഹ്ലാദത്തിലാണ്. സന്തോഷം അതിരുവിടുമ്പോഴാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത്. ഈ ഒരു സമയത്താണ് പലതും സംഭവിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ മറന്നുപോവുകയാണ്. അമിത ആവേശം ആർക്കും നല്ലതല്ല. എല്ലാവരും അവരവരെ ശ്രദ്ധിക്കുക. മരണം പടച്ചറബിൻ്റെ കലാ തന്നെയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. നമ്മുടെയൊന്നും മരണം ഒരു ആത്മഹത്യ പോലെ ആവരുത്. നമുക്ക് പടച്ചറബ് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് നമ്മൾ ബുദ്ധിപൂർവം ഉപയോഗിക്കുക. 2 ഓപ്ഷൻസുകളുണ്ട്. അതിലേത് തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കാം. അതിൽ നല്ലത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരു നല്ലൊരു പെരുന്നാൾ കൂടാനുള്ള തൗഫീക്കും ഭാഗ്യവും നമുക്കേവർക്കും ലഭിക്കുമാറാകട്ടെ. ആമീൻ. ഇതുപോലെയായിരുന്നു കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ഒരു 22 വയസ്സുകാരൻ. അവന് നോമ്പ് 30 ആയിട്ടും അവൻ്റെ വസ്ത്രം എടുക്കാൻ അവനക്ക് സമയം ലഭിച്ചില്ല. പെരുന്നാളിൻ്റെ മാസം കണ്ട അന്ന് രാത്രിയാണ് ഇവൻ വസ്ത്രം വാങ്ങിക്കാൻ ധൃതിയിൽ പോകുന്നത്. ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചെറിയ പ്രായമാണെങ്കിലും അവൻ്റെ കുടുംബത്തെ നോക്കാൻ ജോലിക്ക് പോയതായിരുന്നു പെരുന്നാളിൻ്റെ തലേ ദിവസം വരെ. ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയാ? ഈ ഒരു സമയത്തും ഞാൻ അത് ഓർത്തെടുക്കുകയാണ്. പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പെരുന്നാളിൻ്റെ തലേ ദിവസം വരെ ജോലി ചെയ്തതാണ്. അവന് പെരുന്നാൾ കോടിയെടുക്കാൻ പോകുന്ന സമയത്താണ് അവൻ ഇതുപോലെ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. ആ പൊന്നുമോന് പടച്ചറബ് സ്വർഗീയ പൂങ്കാവനം കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. പടച്ചറബ്ബേ, ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ഇതുപോലെ ഓരോ കുടുംബത്തിലും പല പല പ്രശ്നത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതമാണ്, പല പ്രശ്നങ്ങളും ഉണ്ടാകും, പല പ്രതിസന്ധികളും ഉണ്ടാകും. എല്ലാത്തിനെയും തരണം ചെയ്ത് അതിജീവിക്കുക. അവിടെയാണ് നമ്മുടെ ജീവിതം സക്സസ് ആകുന്നത്. പടച്ചറബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ മരണപ്പെട്ട ഫർസാനയ്ക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, ഫർസാന എന്ന ഈ ഒരു പൊന്നുമോള് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ആ പൊന്നുമോളുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഉപ്പ മരണപ്പെട്ടതാണ് റബ്ബേ. ആ ഉമ്മയാണ് കഷ്ടപ്പെട്ട് ഇതുവരെ ആക്കിയത് റബ്ബേ. ആ പൊന്നുമ്മാന്റെ വിഷമം നിനക്കറിയാലോ റബ്ബേ.
നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമ്മാൻ്റെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ചെറിയ മോളാണ് റബ്ബേ, ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നാളെ സ്വർഗ്ഗത്തിൽ ആ ഉമ്മയെയും മോളെയും നീ ഒരുമിപ്പിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. അപകട മരണത്തിൽ നിന്നും നീ നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ. അല്ലാഹുവേ, പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.